നിഷാദ്, എന്തായാലും വലിയ പ്രതിഷേധമാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ SFI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് യോഗവും ഒപ്പം തന്നെ അതിനുശേഷം മറ്റൊരു യോഗവും കഴിഞ്ഞ് VC പുറത്തേക്കിറങ്ങാൻ നേരം മെയിൻ കവാടത്തിന്റെ മുന്നിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് VC പിറകുവശത്ത് സെനറ്റ് ഹാളിന് സൈഡിലുള്ള വഴിയിലൂടെ പുറത്തേക്കിറങ്ങി വാഹനത്തിൽ കയറിയത്. വാഹനത്തിൽ കയറിയ ഉടൻ തന്നെ SFI പ്രവർത്തകർ ചാടി വീഴുകയും വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പിറകുവശത്ത് കൂടി സമാധാനത്തോടെ പോകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് SFI പ്രവർത്തകർ ആ ഭാഗത്തേക്ക് ചാടിയെത്തിയത്. ഇപ്പോൾ വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ജാതി നിക്ഷേപം നടത്തി ഡീൻ വിജയകുമാരി ജാതി നിക്ഷേപം നടത്തിയെന്നും അവരെ ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സർവകലാശാലയിലേക്കുള്ള സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം അകത്ത് പ്രതിഷേധിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ VC മോഹനൻ കുന്നുമ്മലിനെ തന്നെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു വെക്കുന്ന നിലയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഡീനിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFI പ്രവർത്തകർ. നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും വലിയ പ്രതിഷേധം പ്ലക്കാർഡുകളും ബാനറും ഉയർത്തിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത്തരം പ്രതിഷേധങ്ങളെ ഒന്നും വകവയ്ക്കാതെ സെനറ്റ് യോഗത്തിന്റെ നടപടികൾ പൂർത്തീകരിച്ച് സെനറ്റ് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു VC ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ VCയെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെയും പലതവണ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ ഈ VC മോഹനൻ കുന്നുമ്മലിനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അധികം വിദ്യാർത്ഥികൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഏകദേശം 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയാണ് വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും മോഹനൻ കുന്നുമ്മൽ കാറിനകത്തിരിക്കുകയാണ്. ഫോണിൽ ആരുമായിട്ടോ ആശയവിനിമയം നടത്തുകയാണ് മോഹനൻ കുന്നുമ്മൽ ചെയ്യുന്നത്. പോലീസിന് വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റാൻ കഴിയാത്ത അത്രയും നിലയിൽ ഉള്ള പ്രതിഷേധമാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, ശരി, എന്തായാലും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പുറത്തേക്ക് പോകാൻ വേണ്ടി കാറിൽ ഇറങ്ങിയ നിമിഷമാണ് കാറിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ ചാടി വീണതും വാഹനം തടഞ്ഞതും. ഇപ്പോഴും VCക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണുള്ളത്. പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കാൻ പോലീസിനും സാധിക്കുന്നില്ല. അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകർ സഹകരിക്കുന്നില്ല. ഇനി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്കാണ് കടക്കുന്നത് പോലീസ്. അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുന്നു. എന്തായാലും VC ഇപ്പോഴും കാറിനകത്ത് തന്നെയാണ് ഉള്ളത്. ഒരു കാരണവശാലും വാഹനത്തെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് SFI പ്രവർത്തകരുള്ളത്. ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം ഡീനിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചതിലുമാണ് ഇപ്പോൾ SFI VCക്കെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം. നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും സമാനമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പ്ലക്കാർഡുകളുമായാണ് സെനറ്റ് യോഗത്തിലേക്ക് ഇടത് അംഗങ്ങൾ എത്തിയിരുന്നത്. അവിടെ ഇടത് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പുറത്ത് SFI പ്രവർത്തകർ VCക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പൂർണ്ണമായി മാറ്റി ഇപ്പോൾ വാഹനം കടത്തിവിട്ടിരിക്കുന്നു. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ വാഹനം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നു. പിറകെ SFI പ്രവർത്തകർ നീങ്ങുന്നുണ്ട്, പോലീസും പിറകെയുണ്ട്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കടന്നിട്ടില്ല. ഇപ്പോഴും VCയുടെ വാഹനം എന്നതുകൂടി കാണണം.
വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി ചേർന്നു. വിജിൻ, രണ്ടിടങ്ങളിൽ നിന്ന് VC-യെ കടത്തിവിട്ടെങ്കിൽ കൂടിയും പലയിടങ്ങളിലായി SFI പ്രവർത്തകർ VC-യുടെ വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും VC-ക്ക് ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് കടക്കാനായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്?